നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് 48 വയസ്സിന് മുകളിലുള്ള കാൽചിന്തന മെത്തേഡിൽ ശനി മാറുന്നതിനെ കുറിച്ചാണ്. മാർച്ച് 29-ാം തീയതി മീനം 15-ാം തീയതി ശനിയാഴ്ച രാത്രിയിലാണ് ശനി സ്വക്ഷേത്രത്തിൽ നിന്നും മീനൻ രാശിയിലേക്ക് പോകുന്നത്. 2.5 വർഷമാണ് അവിടെ നിൽക്കാൻ പോകുന്നത്. അതിനുശേഷം മേടൻ രാശിയിലേക്ക് വരുമ്പോൾ ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളിലെല്ലാം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും. അത് നിങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ നമുക്ക് 2.5 വർഷം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയം നമുക്കും ഇന്ത്യക്കാർക്കും അത് വല്ലാത്ത രീതിയിൽ ബാധിക്കും. അപ്പോൾ ഈശ്വരൻ നൽകുന്ന ഒരു വലിയ സൂചനയാണ്. നമുക്ക് 2.5 വർഷം, അതായത് 30 മാസം സമയമുണ്ട്. ആവശ്യമില്ലാത്ത ലോണുകളിലോ ബാധ്യതകളിലോ ചെന്ന് ചാടാതിരിക്കാനൊക്കെ ഉള്ള ഒരു മുന്നറിയിപ്പാണ്. ഈ മുന്നറിയിപ്പൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ പരിഗണിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, അവഗണിച്ചാലും നിങ്ങൾക്ക് കൊള്ളാം. കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ആത്മഹത്യകളും കൊലപാതകങ്ങളും അതുപോലെ മദ്യപാന മയക്കുമരുന്ന് ശീലങ്ങളെല്ലാം കൂടി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ജ്യോതിഷമൊന്നും വിശ്വാസമില്ല, മരിച്ച മനുഷ്യൻ ദൈവമാണ് എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ പറയും ഈ മനുഷ്യൻ്റെ 2 വരി മന്ത്രം ജപിച്ചാൽ മതി. നിങ്ങളാണ് അറിയേണ്ടത്. യഥാർത്ഥ ഈശ്വര സന്നിധികളിലേക്ക് എത്തിയാൽ ശനീശ്വരനാണ് ഏറ്റവും ധർമ്മിഷ്ഠനായ ദേവൻ. കേരളത്തിൽ സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന ഏക ശനീശ്വര ക്ഷേത്രം എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് പേരമംഗലത്ത് പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയാണ്. നിലവറയ്ക്കകത്ത് ജാതി മതഭേദങ്ങളില്ലാതെ എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകി പ്രവേശനം നൽകുന്ന ഈ പുണ്യസങ്കേതത്തിൽ ഭഗവാന്റെ പത്തിയിൽ കൂടിയിരിക്കുന്ന പ്രണവമലയിൽ സമ്പൂർണ്ണ പൂജകൾ ലഭിക്കുന്ന ഏക ശനീശ്വര ക്ഷേത്രം. നിങ്ങൾക്ക് ഇനി പറയാൻ പോകുന്നത് 48 വയസ്സിന് മുകളിലുള്ളവരുടെ കാൽചിന്തന മെത്തേഡിലേക്ക് വരുമ്പോൾ മേടച്ചിങ്ങധനു എന്ന രീതിയിലേക്കാണ് നക്ഷത്രങ്ങൾക്കെല്ലാം കടന്നു വരിക. അങ്ങനെ വരുമ്പോൾ കൂടുതൽ ദുരിതങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന നക്ഷത്രങ്ങളാണ്. പക്ഷേ 48 വയസ്സിന് മുകളിലാകുമ്പോൾ സാധാരണ മധ്യപ്രായം പോലെ 32 മുതൽ 48 ആ ഒരു പ്രായം വരെ അത്ര കഠിനത ഉണ്ടാകില്ല, കുറച്ച് കുറവുണ്ടാകും. എന്നിരുന്നാലും നമുക്ക് ആ ശനി മാറ്റത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കെല്ലാം രക്ഷപ്പെടുന്നതിന് വേണ്ടി പ്രണവമലയിൽ ശനീശ്വരനെ വെറും തുണി കൊണ്ട് കിഴി കെട്ടിയ നാളികേരമുറിയിൽ നല്ലെണ്ണ ഒഴിച്ചുള്ള നീരാഞ്ജനം, ഇവിടെ ഒരിക്കലും എള്ളുതിരി കത്തിക്കാറില്ല. അങ്ങനെ നീരാഞ്ജനം കത്തിക്കാം, ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും. പിന്നെ ശനീശ്വരന് കടുംപായസവും ഭാഗ്യസൂക്തവും നടത്താം, എണ്ണ അഭിഷേകം നടത്താം, എണ്ണ ഹോമം നടത്താം. പിന്നെ അതുകൂടാതെ സമ്പൂർണ്ണ ദക്ഷിണ ചുറ്റുവിളക്ക് പൂജ നടത്താം, ആയുധ സമർപ്പണം നടത്താം, നാണയപ്പറ നിറയ്ക്കാം. ഏതൊരാൾക്കും ബിസിനസ് നേടാനും ബിസിനസ്സിലെത്താനും പറ്റിയ ഏറ്റവും നല്ല കാലഘട്ടമാണ് ശനിദശാകാലം. 9 ദശാകാലങ്ങളിൽ ഏറ്റവും ഉഗ്രപ്രതാപിയായി ശനിദശ കടന്നു വരുമ്പോൾ പാരമ്പര്യവാദികൾ പറയും ശനിനാണ്, ദുഷ്ടനാണ്, കൊള്ളരുതാത്തവനാണ്. പക്ഷേ നമ്മളെല്ലാവരും അറിയുക, നമ്മളെല്ലാം പഠിച്ചു വച്ചിരിക്കുന്ന മണ്ടത്തരമാണ്. സൂര്യൻ്റെ പുത്രനായിരിക്കുന്ന ശനി മാതാവിന് വേണ്ടിയാണ് പിതാവിനോട് എതിർക്കുന്നത്, ന്യായത്തിന് വേണ്ടി വാദിക്കുന്നു. അതേപോലെ തന്നെ മഹാദേവൻ്റെ അടുത്ത് തപസ് ചെയ്തുകൊണ്ട് ഗ്രഹങ്ങളുടെ അധിപതിയായി വാഴുന്നു ശനീശ്വരനാണ്. ഇതെല്ലാം പാരമ്പര്യവാദികൾക്ക് അറിഞ്ഞുകൂടാ, അവരുടെ അറിവില്ലായ്മ. നിങ്ങൾ തലയിലേറ്റ് നടക്കുമ്പോൾ നിങ്ങൾ അറിയുക. യഥാർത്ഥ ജ്യോതിഷമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആചാര്യ സംവാദം. ഈ വീഡിയോ കാണുന്ന ആളുകൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് നിരന്തരമായ ജീവിതത്തിൽ വൻ പരാജയങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും മടിച്ചു നിൽക്കരുത്. വീഡിയോ കാണുന്ന നിമിഷം തന്നെ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യുക. 1200 രൂപയാണ് സാധാ കൺസൾട്ടേഷൻ. പെട്ടെന്ന് കിട്ടണമെങ്കിൽ 3500 രൂപയാണ്, 5 ദിവസങ്ങൾ കിട്ടും, അല്ലെങ്കിൽ 30-35 ദിവസം സമയമെടുക്കും. അപ്പോൾ ഒരു നിവൃത്തിയില്ലാത്ത ആളുകളാണെങ്കിൽ പ്രണവമലയിലെത്തുക. 27 ദേവതകളുണ്ട്. ഓരോ ദേവതയ്ക്കും 108 പൂർണ്ണ പ്രദക്ഷിണം നടത്തിയതിന് ശേഷം പ്രണവമല ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കൗണ്ടറിൽ നിന്നും ഞാൻ ജപിച്ചു കൊടുത്തിരിക്കുന്ന ചരട് അവിടെയുണ്ട്, 100 രൂപ എടുത്ത് വാങ്ങുക. 27 ദിവസം വരെ ചരടിലൂടെ പോകാം. അതിൻ്റെ ഇടയിൽ ഇവിടെ നിന്നൊരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക. ഏലസ് ധരിച്ച് 1.5 വർഷക്കാലം ആ ഏലസിലൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും. അതിനുള്ള ഏറ്റവും അസുലഭ സന്ദർഭമാണ് കൈവന്നിരിക്കുന്നത്. യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ പൈസ ആയിക്കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് ആവാഹന പൂജയിലേക്ക് എത്തുക. പറയുന്ന 4 കാര്യങ്ങൾ: ധർമ്മദേവത പ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു ശരിയാക്കുക, ബാധാദോഷങ്ങൾ ആവാഹിച്ച് മാറ്റുക. മറ്റുള്ള പാരമ്പര്യവാദികളുടെ പോലെ താമ്പൂല പ്രശ്നം വെച്ച് അഷ്ടമംഗലം വെച്ച് ഉള്ള പ്രേതങ്ങൾ മുഴുവൻ ആവാഹിച്ച് പൈസ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നൊരു തട്ടിപ്പ് സമ്പ്രദായം ഇവിടെ നടത്തുന്നില്ല. നിങ്ങൾ ചെയ്യുന്ന 100 കിട്ടിയ 110 ചിലവാകുന്ന അവസ്ഥ മാറുന്നതിന്. അതേപോലെ തന്നെ ചിലർ കൂടുതലും കിടന്നുറങ്ങും, ചിലർക്ക് ഉറക്കമുണ്ടാവില്ല, ചിലർ കുളിക്കാൻ കൂടുതൽ സമയമെടുക്കും, വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാകും. ഇതൊക്കെ ജിന്നിൻ്റെ ഉപദ്രവമാണ്. കൈകാൽ വേദന, ശരീരം വേദന, കണ്ണ് ചൊറിയുക, കണ്ണ് ചൂടാവുക, 100 കിട്ടിയ 110 ചിലവാവുക, ഇത് ഒടിയെന്ന് പറയുന്ന ആഭിചാരദോഷ ലക്ഷണമാണ്. ഇതെല്ലാം ആവാഹന പൂജ കഴിഞ്ഞാൽ ആ നിമിഷം മാറിയിട്ടുണ്ടാകും. പിന്നെ ചിലർക്ക് ഭക്ഷണത്തിൽ മുടിയുണ്ടാവുക, കല്ലുണ്ടാവുക, പ്രാണിയുണ്ടാവുക, കണ്ണിൽ പുളിനീച്ച് വീഴുക, ഇതെല്ലാം ചാത്തൻ്റെ ഉപദ്രവ ദോഷ ലക്ഷണമാണ്.
അപ്പോൾ ഏതൊരു ദോഷമായാലും നമുക്ക് ത്വക്ക് രോഗങ്ങൾ വരിക, ശരീരം വേദന, നീര് വയ്ക്കുക, ഇതെല്ലാം സർപ്പദോഷത്തിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ഏതൊരു ദോഷമാണെങ്കിലും ആവാഹന പൂജ കഴിയുന്ന നിമിഷം തന്നെ ഇതിനൊക്കെ മാറ്റം ഉണ്ടാകും. ഏറ്റവും വലിയ ഹൈലൈറ്റ് 100 കിട്ടിയാൽ 110 ചിലവാകുന്ന അവസ്ഥ മാറിയിട്ടുണ്ടാകും. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ ആവാഹന പൂജയിലേക്ക് എത്തുക. അതോടൊപ്പം തന്നെ നമ്മുടെ വാസ്തുവാചാര്യം വന്ന് നിങ്ങളുടെ വീടിൻ്റെ കണക്കൊക്കെ നോക്കി ക്ലിയർ ചെയ്യുമ്പോൾ മടിക്കരുത്. കാരണം ജീവിതം രക്ഷപ്പെടുത്താനുള്ള വഴികൾ തന്നെയാണ് പറയുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ശനിമാറ്റ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് മേട ചിങ്ങധനു എന്ന രീതിയിലേക്ക് വരുമ്പോൾ ജന്മാനുജന്മ നാളുകളാണ് പറയുന്നത്. അശ്വതി മകം മൂലം ജന്മാനുജന്മ നാളുകൾ 48 വയസ്സിന് മുകളിലുള്ളവർക്ക് ചിന്തിക്കുമ്പോൾ മേടൻ രാശിയാണ് കണക്കാക്കുന്നത്. മേടൻ രാശിയിൽ ഇത്രയും കാലം 11-ൽ നിന്നിരുന്ന ശനി സർവാഭീഷ്ടത്തിൽ വളരെ വളരെ അത്ഭുതങ്ങൾ വാരി വിതറിക്കൊണ്ടിരുന്ന ശനിയാണ് മീനൻ രാശിയിലേക്ക് 12-ലേക്ക് വരുമ്പോൾ 7.5 ശനി കാലഘട്ടം ആരംഭിക്കുന്നു. അപ്പോൾ ഈ 7.5 ശനി കാലഘട്ടത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് പ്രണവമലയിൽ വഴിപാട് ചെയ്യുക. അതോടൊപ്പം തന്നെ 12-ൽ നിൽക്കുന്ന രാഹുവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവിന് വഴിപാട് ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും. അടുത്ത് വരുന്നത് ഭരണിപൂരം പൂരാടമാണ്. ഭരണിപൂരം പൂരാടത്തിന് ചിങ്ങൻ രാശിയാണ് കണക്കാക്കുക. അപ്പോൾ 7-ൽ നിന്നിരുന്ന കണ്ടകശനിയായി നിന്ന ശനി 8-ലേക്ക് മാറി. ശനി സർവാഭീഷ്ട സ്ഥാനത്തേക്ക്. പാരമ്പര്യവാദികൾ പറയും അഷ്ടമശനി കൊള്ളത്തില്ല. ഇത് തന്നെ പല മണ്ടന്മാരും വന്ന് കമൻ്റ് ഇടും. അവരും പറയുന്നത് ശനി ശരിയാണ്. ശനിയുടെ കുഴപ്പമല്ല അത്. നിങ്ങളുടെ പിന്നാലെ ബാധാദോഷങ്ങൾ വന്നിരുന്നുകൊണ്ട് നിങ്ങൾ പിതൃക്കൾക്ക് ശ്രാദ്ധബലി ഇടാതെ പോയതുകൊണ്ട് അങ്ങനെ പറ്റിയ മണ്ടത്തരമാണ്. അതിനെല്ലാം പോകാൻ വഴി ഇവിടെ ഉണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് ഭരണിപൂരം പുരാടൻ നക്ഷത്രക്കാർക്ക് 48 വയസ്സിന് മുകളിലുള്ളവർക്ക് ശനി ഉഗ്രപ്രതാപിയായി 8-ലേക്കാണ് വരുന്നത്. അപ്പോൾ 8-ലേക്ക് വരുമ്പോൾ സർവാഭീഷ്ടദായകനായി വിളങ്ങും. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇത്രയും നാളായിട്ട് ഗതി പിടിക്കുന്നില്ലെങ്കിൽ പ്രണവമലയിലെത്തുക. ഇവിടെ കൺസൾട്ടേഷൻ എടുക്കുക. തടസ്സങ്ങളെല്ലാം മാറ്റി മറിക്കുക. കാർത്തിക ഉത്തരാട നക്ഷത്രക്കാർക്ക് 3-ൽ കുംഭൻ രാശിയിൽ നിന്ന് ശനി 4-ലേക്കാണ് വരുന്നത്. കണ്ടകശനിയായിട്ട് വരുന്നു. അപ്പോൾ കണ്ടകശനിയായിട്ട് വരുമ്പോൾ അതിന് പരിഹാരമായിട്ട് മുമ്പ് പറഞ്ഞ പോലെ നീരാഞ്ജനവും അതോടൊപ്പം കടുംപായസം അങ്ങനെ എല്ലാ വഴിപാടുകളും പ്രണവമലയിൽ ചെയ്ത് ജീവിതം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് സമൃദ്ധിയിലേക്ക് എത്താം. അതോടൊപ്പം തന്നെ 4-ൽ നിൽക്കുന്ന രാഹുവിന് പേരമംഗലത്തപ്പന് വഴിപാട് ചെയ്യാം. 10-ൽ നിൽക്കുന്ന കേതുവിന് ഗണപതിമാരോട് 8 പേരുണ്ട്. അവർക്കും വഴിപാട് ചെയ്ത് ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും. പിന്നെ വരുന്നത് രോഹിണി അത്തം തിരുവോണം നക്ഷത്രമാണ്. രോഹിണി അത്തം തിരുവോണം മേടൻ രാശിയായിട്ട് കണക്കാക്കും. മേടൻ രാശിയായിട്ട് കണക്കാക്കുമ്പോൾ മേടച്ചിങ്ങ ധനുവിൽ കണക്കാക്കുമ്പോൾ 11-ൽ നിന്ന് ശനി 12-ലേക്ക് വരുന്നു. അപ്പോൾ 7.5 ശനി ആരംഭിക്കുകയാണ് 2 വർഷത്തേക്ക്. അപ്പോൾ പ്രണവമലയിൽ ശനീശ്വരന് വഴിപാട് ചെയ്യുക. അതോടൊപ്പം തന്നെ പേരമംഗലത്തിന് വഴിപാട് ചെയ്ത് ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും. മകയിരം ചിത്തിര അവിട്ടം നക്ഷത്രക്കാർക്ക് ചിങ്ങൻ രാശിയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ചിങ്ങൻ രാശിയിലേക്ക് വരുമ്പോൾ 7-ൽ നിന്ന് ശനി 8-ലേക്ക് മാറുമ്പോൾ സർവാഭീഷ്ടദായകനായിട്ട് വരുമ്പോൾ ധൈര്യമായിട്ട് ജീവിതം നല്ല സമൃദ്ധിയിലേക്ക് എത്താം. അപ്പോൾ 48 വയസ്സെന്ന് പറയുമ്പോൾ നിങ്ങളറിയുക ജീവിതത്തിൻ്റെ നല്ല ഭാഗമെല്ലാം അവസാനിച്ചു. ഇനിയുള്ള കാലമെങ്കിലും ജീവിതം തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിമിഷം തന്നെ നിങ്ങളുടെ പിന്നിൽ വന്നിരിക്കുന്ന നെഗറ്റീവുകൾ മാറ്റണമെന്ന ചിന്തയോടുകൂടി വരിക. അല്ലാതെ കണ്ടിട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുക. പലരും വരുമ്പോൾ ഇവിടെ ആവാഹന പൂജയ്ക്ക് മിനിമം 56,000 രൂപയാണ്. അപ്പോൾ 56,000 എന്ന് പറയുമ്പോൾ അമ്മേ അയ്യോ അപ്പോൾ എന്നൊന്നും പറയണ്ട. കാരണം നമുക്കൊരു ഓപ്പറേഷൻ 10 ലക്ഷം കെട്ടാൻ പറഞ്ഞ് നിങ്ങൾ കെട്ടൂലേ. അപ്പോൾ ജീവിതം തിരിച്ചു കിട്ടുന്ന ഏറ്റവും വലിയ മിറാക്കിളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക. അടുത്ത തിരുവാതിര ചോതിച്ചതയമാണ്. തിരുവാതിര ചോതിച്ചതയം ധനുരാശിയായിട്ട് കണക്കാക്കുമ്പോൾ 3-ൽ നിന്ന് ശനി 4-ലേക്ക് കണ്ടകശനിയായിട്ട് മാറുന്നു. അപ്പോൾ ശനീശ്വരന് വഴിപാട് ചെയ്ത് അതേപോലെ നാഗരാജാവിന് വഴിപാട് ചെയ്ത് ഗണപതിമാർക്ക് വഴിപാട് ചെയ്ത് ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും. അടുത്ത പുണർദം വിശാഖം പൂരുട്ടായ നക്ഷത്രമാണ്. മേടൻ രാശിയായിട്ട് കണക്കാക്കുമ്പോൾ അവിടെ 11-ൽ നിന്ന് ശനി 12-ലേക്ക് വരുന്നു. 7 ശനിയായിട്ട് മാറും. 48 വയസ്സിന് മുകളിലുള്ളവർക്കാണ് പറയുന്നത്. അതുകൊണ്ടാണ് ജന്മ നാളുകൾ പറഞ്ഞത് പുണർദം വിശാഖം പൂരുട്ടാതി. മേടൻ രാശിയായിട്ട് കണക്കാക്കുമ്പോൾ 7 ശനിയാണ്. അപ്പോൾ ശനീശ്വരന് വഴിപാടൊക്കെ ചെയ്യുക. അതുപോലെ നാഗരാജാവിന് വഴിപാട് ചെയ്യുക. ജീവിതം സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും. അടുത്ത് പൂയം അനിഴം ഉത്രട്ടാതിയാണ്. പൂയം അനിഴം ഉത്രട്ടാതി നമുക്ക് ചിങ്ങൻ രാശിയായിട്ട് കണക്കാക്കും. 48 വയസ്സിന് മുകളിലുള്ളവർക്കാണ് കാൽചിന്തന മെത്തേഡ്. ചിങ്ങൻ രാശിയാകുമ്പോൾ 7-ൽ നിന്ന് ശനി 8-ലേക്ക് മാറുന്നു. സർവാഭീഷ്ടദായകനായിട്ട് വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തടസ്സങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ധൈര്യമായിട്ട് ആവാഹന പൂജയിൽ പങ്കെടുത്ത് ജീവിത സമൃദ്ധിയിലേക്ക് എത്താം. ലാസ്റ്റ് വരുന്നു ആയില്യം തൃക്കേട്ട രേവതി. ആയില്യം തൃക്കേട്ട രേവതി ധനുരാശിയായിട്ടാണ് കണക്കാക്കുന്നത്. 3-ൽ നിന്ന് ശനി 4-ലേക്ക് കണ്ടകശനിയായിട്ടാണ് മാറുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ പ്രണവമലയിൽ ശനീശ്വരന് വഴിപാട് ചെയ്യുക. പേരമംഗലത്തപ്പന് വഴിപാട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഗണപതിമാർക്ക് വഴിപാട് ചെയ്യുക. ജീവിത സമൃദ്ധിയിലേക്ക് എത്താം. അപ്പോൾ വഴിപാടുകളൊക്കെ ചെയ്ത് തൽക്കാലം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ 2.5 വർഷക്കാലത്ത് അതിജീവിക്കാൻ വേണ്ടി നല്ല മഴ പെയ്യുമ്പോൾ കുട പിടിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് രോഗം വന്ന ചികിത്സ മാറുന്ന പോലെയാണ് പിന്നിൽ വരുന്ന നെഗറ്റീവ് ബാധാദോഷങ്ങളൊക്കെ മാറ്റിത്തരുന്നതെന്ന യാഥാർത്ഥ്യം അറിയുക. അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലയം എന്ന പേരിൽ ജ്യോതിശാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും.
അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകൾ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്ന പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും. താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. ലോകത്തിൽ ആദ്യമായിട്ട് യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയില്ലാതെ സനാതന ധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. യാതൊരുവിധ പ്രവേശന ഫീസില്ല, മാസവരിയില്ല. ജാതി മത വർഗ്ഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത ഈ സംഘടനയിൽ നിങ്ങളും അംഗങ്ങളാകുക. എല്ലാ ആയില്യവും തിരുവുത്സവമായി കൊണ്ടാടുന്ന ഈ പുണ്യസംഘത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുമ്പോൾ ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം ജീവിതം തിരിച്ചു പിടിക്കുന്ന വലിയ മാതൃക തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവയ്ക്കുന്നത്. ഇവിടെ ഷർട്ടൊന്നും ഊരേണ്ട യാതൊരു ആവശ്യമില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ്, എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും, ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിലല്ലാതെ കഴിയാൻ സാധിക്കും, ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത്, എത്ര വയസ്സ് വരെ ജീവിക്കും, ഗവൺമെൻറ് ജോലിയാണോ, വിദേശമാണോ, ഡോക്ടറാണോ, എഞ്ചിനീയറാണോ, IAS ആണോ, IPS ആണോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കലാകായികപരമായ കഴിവുള്ള ആളാണോ, എല്ലാം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും വലിയ ഒരു സമ്പാദ്യമായിക്കൊണ്ട് തന്നെ നമ്മുടെ ജാതകം വാങ്ങുക. പാരമ്പര്യവാദികൾ പറയുന്നു നിങ്ങൾ ജാതകമൊന്നും എഴുതേണ്ട ആവശ്യമില്ല, കമ്പ്യൂട്ടർ ജാതകം മതി. അപ്പോൾ അവർക്കൊന്നും ചിന്തിക്കാനുള്ള യാതൊരു കഴിവില്ല. നിങ്ങൾക്ക് ജീവിതം നേടണമെന്നത് നിങ്ങൾക്കായാലും നിങ്ങളുടെ കുട്ടികൾക്കാണെങ്കിലും ജാതകങ്ങൾ എഴുതി വാങ്ങുക. ഇനിയുള്ള കാലം ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ശനിമാറ്റ വീഡിയോ 48 വയസ്സിന് മുകളിലുള്ളവർക്കാണ് പറഞ്ഞത്. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമുണ്ട്. നേരെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത്, കല്ലൂർക്കാട്, കല്ലൂർ പേരമംഗലത്ത്, തിരുപേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിലേക്ക് എത്തുക. ഇവിടെ ജാതിമത ഭേദങ്ങളില്ലാതെയാണ് ജീവിതം തിരിച്ചു കിട്ടുന്ന ഏറ്റവും വലിയ മാർഗം നിങ്ങളുടെ മുമ്പിലേക്ക് കാഴ്ചവെക്കുന്നു എന്ന ഒരു സത്യം തിരിച്ചറിയുക. അതോടൊപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവാഹന പൂജയിൽ പങ്കെടുക്കുക. അതിലേക്ക് എത്തുന്നതിന് വേണ്ടി ഗണപതി അനുസരിക്കുക. അതിലേക്ക് എത്തുന്നതിന് വേണ്ടി ചരട് വാങ്ങി ധരിക്കുക. അങ്ങനെ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും. ഇതിൻ്റെ അനുഭവസാക്ഷ്യം വീഡിയോ ഇതിൻ്റെ ഒപ്പം തന്നെ നിരവധി കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയെങ്കിലും നമ്മുടെ സമയമാണ് ഏറ്റവും വിലപ്പെട്ടതെന്നുള്ള ചിന്ത നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ധൈര്യമായി പ്രണവം വീഡിയോകൾ ഒരുപാട് KV സുഭാഷ് തന്ത്രി, പ്രണവ ദ്യാസ്ട്രോളജൻ 2 യൂട്യൂബ് ചാനലുകളിലായിട്ട് നിരവധി വീഡിയോകൾ നമുക്കിവിടെ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. ജീവിതം തിരിച്ചു പിടിക്കാനുള്ള വഴികൾ തന്നെയാണ് പറയുന്നത്. അല്ല ജ്യോതിഷം എന്ന് പറയുന്ന മഹാശാസ്ത്രം മഹാ തട്ടിപ്പെന്ന് കരുതരുത്. തട്ടിപ്പിലൂടെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാകും. നമുക്ക് നേരിൻ്റെ വഴിക്ക് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു സത്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. അദ്ദേഹം ചേർത്തല താലൂക്കിൻ്റെ പ്രസിഡൻ്റാണ്. SDSൻ്റെ വിദ്യാധരൻ എന്ന പേര്. 2017 ഇവിടെ പൂജയ്ക്ക് വരുന്നത്. ഏലസം ധരിച്ചില്ല, നേരെ പൂജയിലേക്കാണ് വരുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പൂജയിലാണ് പങ്കെടുത്തത്. അപ്പോൾ 2 കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ച് മേൽക്കൈയിലേക്ക് വന്നു. മകന് ജോലിയിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. വാസ്തുവിൽ മാത്രം ആൾക്ക് ഇതുവരെ ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല. കാരണം ഞാൻ എപ്പോഴും വാസ്തു ബലം പിടിക്കുന്നത് ഈ ആവാന പൂജ കഴിഞ്ഞ ഉടനെയാണ് വാസ്തുവെങ്കിൽ ആ സ്പീഡിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നീടാണെങ്കിൽ ചെറിയ വലിച്ചിൽ വരും. ഇപ്പോൾ ആൾ ഒരുപാട് പേരെ അവിടുന്ന് ഇവിടേക്ക് എത്തിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ സത്യം എന്താണെന്ന് ജനങ്ങളെ അറിയിക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹം തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്ക് വീണ്ടും എന്തെങ്കിലും, അതായത് പഠനത്തിൽ ഒരു പിന്നോട്ട് വലിവ് വരുന്ന സമയത്താണ് ആൾ ആ ഗ്രൂപ്പിലുണ്ട്. ഗ്രൂപ്പിൽ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. ഇന്ന ദിവസം ഇത്ര പേർക്ക് പോകാമെന്ന് പറയുമ്പോൾ ആ നമ്പറിലേക്ക് വരാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് തന്നെ വരും. അതേപോലെ തന്നെ എല്ലാ മാസവും കൃത്യമായിട്ട് വഴിപാടുകൾ ചെയ്ത് ഫോളോ ചെയ്ത് നല്ല രീതിയിലേക്ക് ഇനിയെങ്കിലും ഉള്ള സമയം നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന വലിയ ആഗ്രഹത്തോടുകൂടി തന്നെ ഒരുപാട് ആളുകളെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് കാണുന്ന ആളുകൾ മനസ്സിലാക്കുക, നമുക്ക് നമ്മുടെ ജീവിതം ഒരിക്കൽ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ഒരു സത്യം, നമ്മുടെ ജീവിതം നമുക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നിടത്തോളം മാത്രമേ ഉള്ളൂ ജീവിതം എന്നുള്ള ആ ഒരു സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹം നമുക്ക് വീഡിയോ എടുത്തത്. എല്ലാവർക്കും നമസ്കാരം. ഇത് ബിന്ദുവാണ്, ശിഷ്യയാണ്. പാലക്കാടായിരുന്നു മുമ്പ്, പിന്നെ ഇപ്പോൾ തൃശ്ശൂർ സെറ്റിലായിരിക്കുന്നു. കുറച്ചാൾ പഠനം തുടരാൻ പറ്റില്ല, ചെറിയൊരു അസുഖമൊക്കെ ബാധിച്ചു. അത് പിന്നീട് നമുക്കിവിടെ ആവാന പൂജ കഴിഞ്ഞ് അതുപോലെ മെഡിസിൻ എടുത്ത് കഴിഞ്ഞപ്പോൾ അതിനൊക്കെ ക്ലിയറായി വീണ്ടും തുടർന്ന് പഠിക്കുന്നു. പിന്നെ കുട്ടി CAക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മകള്. അപ്പോൾ കുട്ടിക്ക് എപ്പോഴെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ബിന്ദുവിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. ഒരിക്കലും ആവാന പൂജ കഴിഞ്ഞ കാരണമുണ്ട്. പിന്നെ ബിന്ദുവിനെ എത്താനായിട്ട് ചെറിയൊരു താമസം വന്നു. ഭർത്താവ് വലിയ വിശ്വാസിയല്ലായിരുന്നു. അദ്ദേഹത്തിന് കുറ്റം പറയാൻ പറ്റില്ല, കാരണം ആൾ ഒരുപാട് വിശ്വാസിയായിട്ട് നടന്ന ഒരാളാണ്. പക്ഷേ പല പറ്റിക്കലിലൊക്കെ ചെന്ന് ചാടി കഴിയുമ്പോൾ ആൾക്ക് തന്നെ തോന്നി ഇതൊക്കെ വെറുതെ പറ്റിയില്ലാന്നൊരു തോന്നൽ വന്നു. പക്ഷേ പിന്നീട് ബിന്ദു അതിനെ സമർത്ഥമായിട്ട് തന്നെ അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ വന്നു. ഇവിടെ ഒന്ന് കണ്ടിരുമ്പോൾ മനസ്സിലായി ഇത് പറ്റിക്കലൊന്നുമല്ല, ജെന്യൂനായ കാര്യം മനസ്സിലായി. അങ്ങനെ സകുടുംബമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും ഒരു തടസ്സം വരുന്ന പോലെ വന്നു കഴിഞ്ഞാൽ അവർക്ക് 3 പേർക്കും അറിയാം എന്തോ ഒരു തടസ്സം പിന്നിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റണമെന്ന് വലിയ ആഗ്രഹമാണ്. അപ്പോൾ ഇത് കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഏതൊരാൾക്കും ജീവിതം തിരിച്ചൊടിക്കുമ്പോൾ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വിശ്വാസമില്ലെന്ന് തോന്നിയാൽ പോലും നമ്മുടെ ഈ ക്ഷേത്രാങ്കണത്തിൽ വന്നൊന്ന് കയറി ഇറങ്ങി കഴിയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഇത് വലിയൊരു സത്യമാണ്. അപ്പോൾ അത് ബിന്ദുവിൽ തെളിയിക്കാൻ സാധിച്ചു. അതാണ് ഇന്ന് കാണിക്കുന്ന ഈ വീഡിയോയിലെ ഏറ്റവും വലിയ സത്യം. നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെപ്പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയ ആളാണ് ഞാൻ.
സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ 5 പ്രതിഷ്ഠ, അല്ലെങ്കിൽ 1 പ്രതിഷ്ഠ, അല്ലെങ്കിൽ ഒരു 2 പ്രതിഷ്ഠ, അങ്ങനെയുള്ളൂ. 27 ഭഗവാന്മാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചെലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും വരാൻ തോന്നും. അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി എവിടെയുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന്. അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. വിളിച്ചാൽ വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഇവിടുന്ന് പോകുന്നത്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇനിയും എല്ലാവരും വരിക. എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാന്റെ നിങ്ങൾക്ക് കിട്ടട്ടെ. അത് മാത്രമല്ല, ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല. അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളത്, നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത്. അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ്. പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ, ഗണപതി തന്നെ 8 തരത്തിൽ അഷ്ടഗണപതികൾ സെപ്പറേറ്റായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ. പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റായിട്ട് ഇങ്ങനെ 8 ഗണപതിയും പ്രതിഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോന്നിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. എന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെയുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു.